Hello guys, welcome to Guest Holder Movie Media. ഓക്കെ, ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ദേവ, അഥവാ മലയാളികളുടെ മലയാളത്തിൽ നിന്ന് 2013 ഇറങ്ങിയ മുംബൈ പോലീസിൻ്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഷാഹിദ് കപൂർ, പൂജ ഹെഗ്ഡെ, പിന്നെ പലക്ക് ഗുലൈത്തി, അങ്ങനെയൊക്കെ ഉള്ളവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റോഷൻ ആൻഡ്രൂസാണ്. മീൻസ് പഴയ ഒറിജിനൽ വെർഷൻ്റെ ഡയറക്ടർ തന്നെയാണ് റീമേക്ക് ഒറിജിനൽ, അത്രേ ഉള്ളൂ. പിന്നെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ആദയാക്കാരി, മീൻസ് ബോബി സഞ്ജയ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ മിശ്ര. ആൻഡ് BGM ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അയാളുടെ പേര് നടന്നിട്ട് BGM ചെയ്തിരിക്കുന്നത് ജെയ്സ് ബിജോയാണ്. സ്റ്റണ്ട് മാസ്റ്റേഴ്സ് വിക്രം ദഹിയ, സുപ്രീം സുന്ദർ, മീൻസ് നമ്മുടെ ബിഗ് ബ്രദറിൻ്റെ ഒക്കെ ചെയ്ത ആളത്. പിന്നെ ആൻഡ് അരസ് എന്നിവരാണ് സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ അബവ് ആവറേജ്. ഞാൻ ഇതിന് അബവ് ആവറേജ് നല്ല പടമാണ്. പക്ഷെ ഞാൻ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കാൻ പോകുന്നത് എന്തായാലും 9 ആയിരിക്കും. ഇതിന് 9ഉം മുംബൈ പോലീസിന് 10 ഞാൻ കൊടുത്തത്. പക്ഷേ ഇതിന് 9 കൊടുക്കുള്ളൂ. കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഞാൻ നെഗറ്റീവ്സിലോട്ട് വരാം. നെഗറ്റീവ്സിലോട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ റിവ്യൂവിനിടയിൽ ഞാൻ ചിലപ്പോൾ കൂടുതലായിട്ടും മുംബൈ പോലീസുമായിട്ടുള്ള ഒരു ഡിഫറൻസസ് പറഞ്ഞെന്ന് വരും. അത് നിങ്ങൾ സഹായിക്കണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഒന്നുമില്ലടേ, മുംബൈ പോലീസിലൊരു ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റിലാണ് മറ്റേ അതിൽ ജയസൂര്യ ചെയ്ത ക്യാരക്ടർ ഇതിൽ പലക്കെന്ന് പറഞ്ഞ ഒരാളാണ് കൊലൈത്തി, അങ്ങനെ എന്താ പറഞ്ഞ ഒരാളാണ് ചെയ്തിരിക്കണത്. അപ്പോൾ അയാളെ കൊല്ലുന്ന സീനിൽ ഞാൻ അവിടുത്തെ കാര്യം പറയട്ടെ ഫസ്റ്റ്. അത് പൃഥ്വിരാജ് ഗേ എന്നുള്ള സംഭവം അറിയുന്നു, എന്നുള്ളത് ഗേ ആണെന്ന് ഇങ്ങനെ അറിയുന്നു, ജയസൂര്യ അറിയുന്നു. അപ്പോൾ ജയസൂര്യ അത് പുറത്ത് വിടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അയാളെ കൊല്ലുന്നു. അങ്ങനെയാണ് അതിൽ. പക്ഷെ ഇതിൽ വേറെ ട്വിസ്റ്റാട്ടെ. അത് പറഞ്ഞാൽ ഇതൊരു ട്വിസ്റ്റ് മാറ്റി. അതെന്തിനാണ് ട്വിസ്റ്റ് മാറ്റിയ റോഷനാണ് ഫോർ വൈ? അതെന്തിനാണ് മാറ്റിയത് എനിക്ക് ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ല. അമ്മാതിരി തലവേദനിക്കണ മാതിരി ഇരിക്കും സാധനം. ഒന്നായിട്ടില്ലടേ, നമ്മുടെ ഒരു പടമുണ്ട്, മറ്റേ മോൺസ്റ്റർ സിനിമയില്ലടേ, ലാലേട്ടൻ്റെ. അതിൽ മറ്റേവൻ മരിച്ചതായിട്ട് അഭിനയിക്കില്ല, അതേപോലെ തോന്നി എനിക്ക്. സംഭവം ഒന്നും ഇല്ല. അതേപോലെ ലാലേട്ടൻ സെറ്റ് ചെയ്ത ട്രാപ്പ് ഇതിൽ നമ്മുടെ അങ്ങേര് ട്രാപ്പ് ചെയ്ത് മറ്റേ ഇത് ജയസൂര്യയ്ക്ക് പകരം അഭിനയിച്ച പലക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ട്രാപ്പെന്ന് ഉപയോഗിക്കും. അതുകൊണ്ട് കൊല്ലും. അത് തന്നെയാണ് മറ്റേതിലുള്ള സംഭവസത്യമാണ് മുംബൈ പോലീസിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ മുംബൈ പോലീസിൽ പൃഥ്വിരാജ് ജയസൂര്യ കൊല്ലാൻ കാരണം എന്ന് പറയുന്നത് അയാൾ ഗേ എന്നുള്ള കാര്യം ജയസൂര്യ അത് പുറത്ത് വിടുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊല്ലണം. പക്ഷെ ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ക്രിമിനലെ സഹായിച്ച് നമ്മുടെ നായകൻ ഒരു വില്ലനാണ് അതിൻ്റെ പേരിൽ. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം കയറിയിട്ട് നമ്മുടെ ജയസൂര്യക്ക് പകരം വന്ന പലക്കെന്ന് പറഞ്ഞാൽ ദേഷ്യം കയറിയിട്ട് ഒറ്റ ഒഴിക്കൽ വെള്ളം എടുത്ത് ഒഴിച്ച് മുഖത്തേക്ക് ദേഷ്യം കയറിയിട്ട്. എനിക്ക് സെക്കൻഡ് ചാൻസ് ആണെന്ന് പറഞ്ഞാണ്. ദേഷ്യം കയറിയിട്ട് ഒറ്റ ഒഴി. ഇവന് അന്നോട്ട് ഷാഹിദ് കപൂർ ഇവനെങ്ങനെയും തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നടക്കണ്. പിന്നെ അപ്പോഴാണെങ്കിൽ ഒരു മോൺസ്റ്റർ കണ്ടിട്ട് മോൺസ്റ്ററിൽ ലാലേട്ടൻ്റെ ട്രാപ്പ് നമ്മൾക്ക് അയാൾക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇപ്പം ആ ഒരു ഫ്ലാറ്റിൽ ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അത് റിമോട്ട് കൺട്രോളിലൂടെ റിമോട്ട് കൺട്രോളിലൂടെ
മൊബൈലിൽ കൺട്രോൾ ചെയ്യും. അതെന്നെയാണ് മറ്റേ മുംബൈ പോലീസ്. ഞാൻ പറഞ്ഞല്ലോ മുംബൈ പോലീസിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ചെയ്ത് അച്ഛ തട്ടി ഒരു അമർത്തി അപ്പം തന്നെ ഡെഡ്. ജയസൂര്യക്ക് പകരം വന്ന ആൾ ഡെത്ത് ഡെലിവറി. അതേപോലെ തന്നെയാണ് മുംബൈ പോലീസിൽ. പക്ഷേ മുംബൈ പോലീസിൽ ഒരു ജയസൂര്യനെ കൊല്ലാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഇതിലും ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷെ കാരണം മാറ്റി മുംബൈ പോലീസിലെ കാരണമല്ല ഇതിലുള്ള കാരണം, അത് വേറെ കാര്യം. അല്ലാതെ വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു കേട്ടോ, സോറി. ഈ സിനിമയിൽ വേറൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മുംബൈ പോലീസ് സിനിമയിൽ നായിക എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. പക്ഷേ ഇതിൽ എന്ത് തേങ്ങയ്ക്കാണ് നായിക എന്ന് പറയുന്ന സംഭവത്തിന് കൊത്തിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടൊന്നും മനസ്സിലായിട്ട് പോലില്ല. അമ്മാതിരി എന്നൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ നായിക എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവർ നായിക എന്ന് പറഞ്ഞല്ല നിങ്ങൾ. എൻ്റെ പൊന്നോ, പൊളിഞ്ഞ് കയറി ആ പറഞ്ഞതിൻ്റെ. അത് രണ്ടുപേരായിട്ടുള്ള കെമിസ്ട്രി കറക്റ്റാണില്ല. പക്ഷെ ജാഹിദ് കപൂറിൻ്റെ പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ ഈ പടം നല്ലൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫും പിന്നെ ഈ അവസാനത്തെ ഒരു 12 മിനിറ്റൊക്കെ ഇതാവുന്നത് വരെയൊക്കെ നല്ലതായിട്ട് പോവായിരുന്നു. പിന്നെ അവസാനത്തെ 12 മിനിറ്റ് ഈ മറ്റേ ടെസ്റ്റ് വന്ന സമയത്ത് ഇതെന്തിനാണ് മറ്റേ ടെസ്റ്റ് എന്തിനാണ് മാറ്റി, ആ ഒരു ടെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവർ രണ്ടുപേരായിട്ടുള്ള കെമിസ്ട്രി എന്നുള്ള സംഭവം, കെമിസ്ട്രി ഒന്നും ഇല്ല, ഇവർ ഫ്രണ്ട്സായിട്ടാണ് ഇരിക്കണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് പൂജക്കുട്ടിയും ഷാഹിദും ഫ്രണ്ട്സായിട്ട് ഇരിക്കണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഇവർ ലവേഴ്സായിട്ടൊന്നും എനിക്ക് ലവ് ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് നെഗറ്റീവ്. പിന്നെ അതിൽ ബേബി ജെയിൻ്റെ ഒരു പാട്ടുണ്ട്, സീനാണ്. ബേബി ജെയിൻ ഹിന്ദിയിൽ ഡെബ്യൂട്ട് അടിച്ച് അവസാനം ഈ പടത്തിലുള്ള. പിന്നെ ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടത്, ഞാൻ 1:10 PVR പോയിട്ടാണ് സിനിമ കണ്ടത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ആകെ ഞാൻ പറഞ്ഞത് 2 നെഗറ്റീവേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇത് ഒരുത്തനും മുംബൈ പോലീസ് കണ്ടിരിക്കുന്ന ഒരുത്തനും മുംബൈ പോലീസിന് മേളിൽ എന്ന് വിചാരിച്ചുകൊണ്ട് പോയാൽ അവനെ ഞാൻ തല്ലും. കാരണം ഇത് മുംബൈ പോലീസിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇതൊരു റീമേക്ക് എന്ന നിലയിൽ ഇതൊരു സൂപ്പർ മൂവിയാണ്. പടം എന്ന നിലയിൽ ഒരു സൂപ്പർ മൂവിയാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, മുംബൈ പോലീസിൻ്റെ അത്രയില്ല ഈ സിനിമ. 100%, 100% ഞാൻ പറയുന്നത്. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് പറയുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബീജം ചെയ്തിരുന്ന ഇങ്ങനെയാണ് ജയ്ത് ബിജോയാണ്. അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്, പാട്ടും കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ സിനിമയിൽ മെയിൻ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഷാഹിദ് കപൂറിൻ്റെ അഭിനയമൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ജയസൂര്യക്ക് പകരം വന്നവൻ എൻ്റെ അഭിനയം കൊള്ളായിരുന്നു. പിന്നെ റഹ്മാനിക്കയുടെ പകരം വന്ന അയാളൊക്കെ കൊള്ളാം. പിന്നെ ഇതിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടാണ്, ഇതിൽ മറ്റേ ഒരു പോലീസ് റിയാസ് ഖാൻ ഒരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോള് ഇതിൽ ചെയ്തിരിക്കണത് നമ്മുടെ ആനിമലിൽ മറ്റേ ഇങ്ങേർക്ക് തോക്കിൾ സപ്ലൈ ചെയ്ത ഒരാളുണ്ട്, മറ്റേ ഇൻട്രൽ പഞ്ചിൽ മറ്റേ രൺബീർ കപൂറിന് മറ്റേ മെഷീൻ ഗണ്ണ് സപ്ലൈ ചെയ്ത ഒരാളുണ്ട്. അങ്ങേരാണ് ഇവിടെ കയറ്റി വെച്ചിരിക്കണം. അങ്ങേരും മാച്ച് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ശ്വേതാമേനോണ്ട് അവർ ആര് വന്നിട്ടുണ്ട്, മറ്റേ ശ്വേതാമേനോണ്ട് ഒരു ഡോക്ടറായിട്ട് ക്യാമിയോ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ മുംബൈ പോലീസിൽ. അതേപോലെ ഇതിലൊരു ക്യാമിയോ ഉണ്ട്. അത് കൊള്ളാം. വെച്ചാൽ ആ റോള് ഒരു ആവറേജാണ്. പിന്നെ വേറൊന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു ആക്ഷൻ ഫിലിമാണ്, സെക്കൻഡ് ഹാഫ് ത്രില്ലിങ് മോഡിലാണ് നിൽക്കുന്നത്. അത് മുംബൈ പോലീസ് കണ്ടിരിക്കുന്നവന്മാർക്കും അറിയായിരിക്കും. പോലീസ് എങ്ങനെയാണെന്നുള്ള ഇങ്ങനെ അറിയാവുന്നവന്മാർക്ക് ഇത് ഈ പടം പ്രെഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊക്കെ അങ്ങനത്തെ എലമെൻസൊക്കെ.
എന്തായാലും ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. വേറൊന്നും പറയാനില്ല. എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ.